ഹലോ ഹായ് ഹലോ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് വയനാട് വൈൽഡ് ലൈഫ് സ്റ്റാറ്റ്യൂട്ടറിയിലാണ്. യെസ്, ടിക്കറ്റ് എടുക്കുക. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾക്ക് ഒരു ബസ്സിനാണെങ്കിൽ 1050, 3 പേർക്ക് അല്ലേ? 3 പേർക്ക് 1050. ബസ്സിനാണ് 1050, ജീപ്പിനാണ് 2700. സോ നമ്മൾ ജീപ്പ് എടുത്തിരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. വാ കേറാം. നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാനൊക്കെ പറ്റും കേട്ടോ? കാണാറുണ്ട്. ഉണ്ടല്ലേ? ഈ കടുവ, കരടി, ആന, കാട്ടുപോത്ത്, മാന്, മയില്, പെണ്ണായ്ക്കള് എല്ലാം ഉണ്ട്. പക്ഷെ എന്താ കാണാന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയേണ്ടി. ഇപ്പൊ പോയി വന്നപ്പോ മാനെ മയിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. ആനയൊന്നും ഇല്ല. ആനയെ കിട്ടി. ആന കഴിഞ്ഞ ട്രിപ്പ് ആനയെ കിട്ടിയില്ല. രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആന. ഇതിന്റെ മാനെ കാണാനൊക്കെ കാണിച്ചു തരാറുണ്ട്. നമ്മുടെ ഭാഗ്യം പോലെ. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതല്ലേ നമ്മുടെ ട്രെയിനിങ്. വളർത്തുന്ന ആനകളാണ്. എവിടെ വളർത്തുന്നയാ? അതെന്തിനു വളർത്തുന്നേട്ടാ? ഈ നാട്ടിൻപുറത്തൊക്കെ കാട്ടാനുണ്ട്, ഇറങ്ങൂല, ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കൂലേ? അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇല്ലല്ലേ? ആനേനെ കണ്ടോ ഗൈസ്? അത് കുംകി ആനകളാ കേട്ടോ. ഓക്കെ കേട്ടോ. കേരളത്തിൽ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഇവിടുന്നാണ് ആനകൾ പോകുന്നത്. ആണല്ലേ? ഒരു ആനയെ പിടിക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടിന്റെ പണി ഒരു ആനയെ പിടിക്കാനുള്ള കൂടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അല്ലേ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 6 എടുക്കടാ. ആനക്കൊട്ടിൽ പണിഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ. പുതിയ ആന എവിടെ നിന്ന് എടുക്കാനായിട്ടാ? ബത്തേരിയിലോ? ശല്യാണോ അവൻ? നമുക്ക് ഇവിടെ 12 ആനകളുണ്ട്, കുങ്കി ആനകളുണ്ട്. അപ്പൊ ഇതിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? കൂട്ടിലിട്ടിട്ട് ട്രെയിൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് കുങ്കിയാക്കി മാറ്റിയെടുക്കും. കുങ്കിയല്ല, ഒരു ആവറേജ് കുങ്കി രീതിയിൽ മാറ്റിയെടുത്തിട്ട് പിന്നെ ഇതേപോലെ നാട്ടുമ്പുറത്ത് വേറെ കാട്ടുകാരെ ഇറങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകും. നമ്മുടെ അരിക്കൊമ്പനൊക്കെ പിടിക്കാൻ പോയ ടീമാണ് ഇതൊക്കെ. അരിക്കൊമ്പനെ പിടിക്കാൻ പോയത് ഇവരൊക്കെ പോയാ ഒരു 4 അങ്ങോട്ട് പോയിരിക്കാണ് ഇപ്പൊ. എവിടെ? ഞാൻ പറഞ്ഞ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഇന്ന് പോയിക്കോ? ഇന്നലെ ഒരാഴ്ചയായി പോയിട്ട്. കിട്ടിയില്ലല്ലേ? കൂടെ സെറ്റ് ആയിട്ട് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ കഴിയൂല. നമ്മള് വിചാരിക്കുന്ന ഇന്ന് തന്നെ പോയിട്ട് മണിക്ക് ഓടി വെക്കാൻ പറ്റില്ല. അതിന് കുറെ ഇതുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ. വെള്ളം വേണം, അങ്ങനത്തെ സ്ഥലങ്ങള്, വണ്ടികൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കണം. ഇതൊക്കെ ട്രൈബൽ കോളനിയാണ്. ഹലോ ഹലോ. പുള്ളിമാനെ കേട്ട, പുള്ളിമാൻ കുഞ്ഞുണ്ട്, തള്ളയുണ്ട്. കുഞ്ഞ് അതിന്റെ കൂളുണ്ട് കേട്ടോ. കേട്ടോ കുഞ്ഞിന്റെ ഓട്ടം കേട്ടോ. അവേ ഓടി ഓടി മറിഞ്ഞ അമ്മ തോണ്ട് ഓടാൻ തുടങ്ങി. അമ്മ കുഞ്ഞിനെ നോക്കുക തോന്നുന്നു കേട്ടോ. അതിപ്പോ ഓടും. അത് കണ്ടിട്ടുണ്ട്. കണ്ടു. പിന്നെ എവിടെയാ മാന്? ബോണ്ടറി ഇറങ്ങാൻ പറ്റും കേട്ടോ. അല്ലേ? പോയോ? മാന കേട്ടോ. അത് ഇല്ല. കൊമ്പ് കണ്ടോ? ഇതിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇതുകൊണ്ടല്ലോ. ഇതില്ലാത്ത എങ്ങനെ? പെണ്ണാണോ? പെണ്ണ് ആണല്ലേ കൊമ്പുള്ള? തന്നെ കൊമ്പുണ്ട്. പെണ്ണിന്റെ കൊമ്പില്ലാത്താണ്.
നല്ല ഫോട്ടോ അല്ലേ? കാണുന്നുണ്ട് ഗൈസ്, കൊമ്പ് മാത്രം കാണാം. അനക്കം കണ്ടോ? അനക്കം കാട്. അങ്ങോട്ടില്ലല്ലേ? നമ്മൾ വന്ന വഴിയാണ്. ആണോ? ആ ഇതിന്ന് വന്ന് ഇതിന് ഇങ്ങനെയാ എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട്. ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മോഹൻലാലിന്റെ, ഫോട്ടോഗ്രാഫർ? അത് ഈ ഏരിയയിലല്ല, മുത്തങ്ങ ആ ഇഷ്യൂവിന്റെ ഒക്കെ ഭാഗമായിട്ട് കണ്ടില്ലേ? ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു അടിപൊളി വഴിയാണ് കേട്ടോ. ഈ മരങ്ങളുടെ ഇടയിൽ കൂടി പച്ചപ്പിനകത്തൂടി ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമാണ്. രണ്ടെണ്ണം ബാക്കിൽ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ സാരഥി ചേട്ടൻ, ഷിബു ചേട്ടൻ അല്ലേ? ഷിബു ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. ഷിബു ചേട്ടൻ നമുക്ക് ഇവിടുന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. ഷിബു ചേട്ടാ, എന്തെങ്കിലും കാണാൻ വല്ല വഴിയുണ്ടോ? ആ, ഞങ്ങൾ കഴുകനെ കണ്ടു കേട്ടോ. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴുകനെ ഡയറക്റ്റ് നേരിട്ട് കാണുന്നത്. കൊമ്പുള്ളതെല്ലാം ആണല്ലേ? കൊമ്പുള്ളതാണ്, കൊമ്പില്ലാത്ത പെണ്ണുമാണ്. ഇതിൽ കൂടുതലും ആളുകളാണ്. ഈ മാനൊക്കെ ചത്തു കഴിഞ്ഞാലേ ഇതിന് കൊമ്പ് മുള്ളമ്പന്നി കഴിക്കും. അങ്ങനെ അല്ലാതെ കുറെ ഉണ്ടല്ലേ? പോട്ടേട്ടാ. അയ്യോ, ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? അയ്യോ, നല്ല നോട്ടമായിരുന്നു. നല്ല തീറ്റയാ. ഇപ്പൊ ആവുന്നുണ്ട്, മഴ പെയ്തോണ്ട് ഏലം പുല്ലുകളൊക്കെ അതേപോലെ നമുക്ക് അത് ഇങ്ങോട്ട് നോക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചേട്ടാ? അവര് തിന്നെ തോന്നണം നോക്കണേ. ആണല്ലേ? സൗണ്ട് ഉണ്ടാക്കിയാലൊന്നും നോക്കത്തില്ല. സൗണ്ട് കിട്ടാൻ ഓടി പോകും. ആണല്ലേ? എന്നാ പിന്നെ പോട്ടേട്ടാ. ഇത് കഴിഞ്ഞാൽ പൊഴിഞ്ഞു. ഇവിടെ നിറച്ച മാന കേട്ടോ. കുഞ്ഞുമാൻ ഓടിയോ? ഇതൊക്കെ ഫയർ സീസണിൽ കാട്ടിക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ എങ്ങനെ ഈ കാട്ടുതീ ഉണ്ടാവുന്നത്? ഇത് മേലോട്ട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് എങ്ങനെ വേണ്ടി തീ ഉണ്ടാവുക? ഭംഗിയാ നോക്കും മക്കളെ നേച്ചർ കാണാനായിട്ട്. ഭയങ്കര മൈൻഡ് റിലാക്സ് ആവുന്ന ഒരു ട്രിപ്പാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള മങ്കി. എവിടെയാടാ? മരത്തിന് മണ്ടയ്ക്ക് നോക്ക്, കേറുന്നു. അതതിന്റെ കുഞ്ഞാണോ? അത് വേറെയല്ലേ? അത് നോർമൽ. ഇത് മരത്തിന് ഒക്കെ തൊട്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ തിരിച്ചതാ ഞങ്ങളെ സ്പോട്ടിലെത്തി. കാർ അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാം. കൊറേ കൊരങ്ങനെ കണ്ടു, അല്ല എന്താണ്ട് തന്നെയൊക്കെ കണ്ടു. മാനിനെ ഒത്തിരി കണ്ടു. അപ്പൊ എല്ലാരും വീഡിയോ കാണുക കേട്ടോ. ബൈ.